ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു സ്മാർട്ട് സ്റ്റഡി. അപ്പോൾ ഇന്ന് നമ്മൾ 4ാം ക്ലാസ്സിലെ കൂട്ടുകാരുടെ ഇംഗ്ലീഷിലെ 3ാമത്തെ യൂണിറ്റായ പേജസ് ഓഫ് വണ്ടർ എന്ന് പറയുന്ന യൂണിറ്റിലെ 2ാമത്തെ പാഠഭാഗമായിട്ടുള്ള ഗുഡ് ബുക്സ് എന്ന് പറയുന്ന പോം ആണ് നോക്കാൻ പോകുന്നത്. അപ്പോൾ നിങ്ങളുടെ ഇതുവരെയുള്ള എല്ലാ യൂണിറ്റിലെയും എല്ലാ ചാപ്റ്ററുകളുടെ വീഡിയോസ് നമ്മൾ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കൂട്ടുകാർക്ക് ഏതെങ്കിലും ചാപ്റ്റർ മനസ്സിലാവാതിരിക്കുക, അല്ലെങ്കിൽ അതിലെ ന്യൂ വേർഡ്സും മീനിങ്സും മനസ്സിലാവാതിരിക്കുക, അല്ലെങ്കിൽ അതിലെ ക്വസ്റ്റ്യൻ ആൻസേഴ്സോ ആക്ടിവിറ്റീസോ എന്തെങ്കിലും അറിയാതിരിക്കുകയും ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മുടെ വീഡിയോസ് ഒന്ന് പോയി കണ്ടു നോക്കൂ. അപ്പോൾ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരു പ്രത്യേക പ്ലേലിസ്റ്റ് തന്നെ നമ്മുടെ ചാനലുണ്ട്. ക്ലാസ് 4 ന്യൂ ടെക്സ്റ്റ് ബുക്സ് 2025-26 ഇംഗ്ലീഷ് എന്നാണ് നിങ്ങളുടെ പ്ലേലിസ്റ്റിൻ്റെ പേര്. അപ്പോൾ പ്ലേലിസ്റ്റിൻ്റെ ലിങ്ക് ഞാൻ ഈ വീഡിയോയുടെ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. നിങ്ങളുടെ മറ്റുള്ള എല്ലാ വിഷയങ്ങളുടെയും വീഡിയോസ് നമ്മൾ ഇതുപോലെ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഹിയർ ഈസ് എ പോം ഓൺ ബുക്സ്, റീഡ് ആൻഡ് എൻജോയ്. ബുക്കിനെ കുറിച്ചിട്ടുള്ള ഒരു പോമാണ് നമുക്കിവിടെ തന്നിട്ടുള്ളത്. അത് റീഡ് ചെയ്തിട്ട് എൻജോയ് ചെയ്യാനാണ് പറയുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം അല്ലേ. ഗുഡ് ബുക്സ്, നല്ല പുസ്തകങ്ങളെ പറ്റിയാണല്ലേ പറയുന്നത്. ഗുഡ് ബുക്സ് ആർ ഫ്രണ്ട്ലി തിങ്സ് ടു ഓൺ. ഗുഡ് ബുക്സ് എന്ന് പറയുന്നത്, നല്ല പുസ്തകങ്ങൾ എന്ന് പറയുന്നത് അത് നമ്മളോട് തന്നെ ഫ്രണ്ട്ലി ആയിരിക്കും അല്ലേ. ഇഫ് യു ആർ ബിസി ദേ വിൽ വെയിറ്റ്. നിങ്ങൾ ബിസി ആണെങ്കിൽ അവർ നമുക്ക് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യൂ അല്ലേ. ദേ വിൽ നോട്ട് കോൾ യു ഓൺ ദ ഫോൺ ഓർ വേക്ക് യു ഇൻ ദ ഹവർ ഈസ് ലേറ്റ്. അവർ നിങ്ങളെ ഫോണ് വിളിക്കൊന്നും ചെയ്യില്ല അല്ലേ. ഫോണ് വിളിച്ചിട്ട് നിങ്ങളോട് പറയുകയൊന്നും ചെയ്യില്ല. അതുപോലെ തന്നെ ലേറ്റ് ആയി കഴിഞ്ഞാൽ നിങ്ങളെ വിളിച്ച് എഴുന്നേൽപ്പിക്കുകയും ചെയ്യില്ല അല്ലേ. ദേ സ്റ്റാൻഡ് ടുഗെദർ റോ ബൈ റോ. അവർ റോ ബൈ റോ ആയിട്ടാണ് അവർ ഒരുമിച്ച് നിൽക്കുന്നത്. അതായത് ഇങ്ങനെ റോ ആയിട്ടാണല്ലേ നിൽക്കുന്നത്. അപ്പൺ ദ ലോ ഷെൽഫ് ഓർ ദ ഹൈ. എവിടെയാണ് അവർ നിൽക്കുന്നത്? ഒന്നെങ്കിൽ മേലെയോ അല്ലെങ്കിൽ താഴെയുള്ള ഷെൽഫിലോ ആയിരിക്കും അവർ നിൽക്കുന്നുണ്ടായിരിക്കുക. ബട്ട് ഇഫ് യു ആർ ലോൺസം ദിസ് യു നോ യു ഹാവ് എ ഫ്രണ്ട് ഓർ ടു നിയർ ബൈ. പക്ഷേ നിങ്ങൾ എപ്പോഴെങ്കിലും ഏകാന്തമായിട്ട് ഇരിക്കുകയാണെങ്കിൽ നിങ്ങൾക്കിത് അറിഞ്ഞിരിക്കണം. നിങ്ങൾക്കൊരു നിങ്ങളുടെ തൊട്ടടുത്തോ അല്ലെങ്കിൽ നിങ്ങൾക്കൊരു ഫ്രണ്ടോ ഉണ്ടെന്ന് നിങ്ങൾ അറിഞ്ഞിരിക്കണം എന്നാണ് പറയുന്നത്. ആ ഫ്രണ്ട് ആരാണ്? ബുക്സ് ആണല്ലേ. പിന്നെ എന്താണ് പറയുന്നത്? ദ ഫെലോഷിപ്പ് ഓഫ് ബുക്സ് ഈസ് റിയൽ. ബുക്കുകളുടെ കൂട്ടായ്മ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ അവർ നമ്മളോട് കൂട്ടുകൂടാൻ വരുന്നത് എന്താണ്? റിയൽ ആണല്ലേ. ഒരിക്കലും അത് ഫേക്ക് അല്ല എന്നാണ് പറയുന്നത്. ദേ ആർ നെവർ നോയ്സി വെൻ യു ആർ സ്റ്റിൽ. അപ്പോഴും എന്താണ്? അവരൊരിക്കലും നോയ്സി ആയിരിക്കില്ല അല്ലേ. നോയ്സി എന്ന് പറഞ്ഞാൽ ഒരുപാട് ഒച്ച ഉണ്ടാക്കുന്നവരായിരിക്കില്ല. ദേ വോണ്ട് ഡിസ്റ്റർബ് യു അറ്റ് യുവർ മീൽ. അവരൊരിക്കലും നിങ്ങളുടെ മീൽ കഴിക്കുന്ന സമയത്ത് അവരൊരിക്കലും നിങ്ങളെ ഡിസ്റ്റർബ് ചെയ്യാൻ വരില്ല. ദേ വിൽ കംഫോർട്ട് യു വെൻ യു ആർ ഇൽ. നിങ്ങൾക്ക് എന്തെങ്കിലും അസുഖം ഉണ്ടെങ്കിൽ ആ സമയത്ത് അവർ നിങ്ങളെ കംഫർട്ട് ആക്കി വെക്കുക അല്ലേ. ദ ലോൺസം ഹവേഴ്സ് ദേ വിൽ ഓൾവേസ് ഷെയർ. അവരുടെ ആ ലോൺസം ഹവേഴ്സിൽ അവർ നിങ്ങൾക്ക് ഷെയർ ചെയ്യും അല്ലേ. നിങ്ങളെ എപ്പോഴും ഷെയർ ചെയ്യും. വെൻ സ്ലൈറ്റഡ് ദേ വിൽ നോട്ട് കംപ്ലെയിൻ. എന്താണ്? അവരൊരിക്കലും കംപ്ലൈൻറ്റ് ചെയ്യുകയില്ല. ആൻഡ് ദോ ഫോർ ദം യു ആർ സീസഡ് ടു കെയർ യുവർ കോൺസ്റ്റൻറ്റ് ഫ്രണ്ട്സ് ദേ വിൽ സ്റ്റിൽ റിമൈൻ. അവരോടുള്ള ഒരു കെയർ ഇല്ലാതായാലും അവർ നിങ്ങൾക്കൊരു കോൺസ്റ്റൻറ്റ് ഫ്രണ്ടായിരിക്കും. അവർ നിങ്ങളുടെ അടുത്ത് എപ്പോഴും ഉണ്ടായിരിക്കും എന്നാണ് പറയുന്നത്. അപ്പോൾ ഇതാണ് ബുക്സിനെ പറ്റിയുള്ള ഒരു ഗുഡ് ബുക്സിനെ പറ്റിയിട്ടുള്ള പോം. അപ്പോൾ ഇതിൻ്റെ പോയറ്റ് എഡ്ഗർ ഗസ്റ്റ് ആണ്. അപ്പോൾ ഇതാണ് നമ്മുടെ പാഠഭാഗം. ഗുഡ് ബുക്സ് എന്താണ്? കോൺസ്റ്റൻറ്റ് ഫ്രണ്ട്സ് ആയിരിക്കും. അവരൊരു ഗുഡ് ഫ്രണ്ട്സ് ആയിരിക്കും അല്ലേ. അതാണ് ഈ ഒരു പാഠത്തിൽ നിന്ന് പറഞ്ഞു തരുന്നത്. ഇനി നമുക്ക് ഇതിലെ ആക്ടിവിറ്റീസ് ഒക്കെ നോക്കാം. ക്വസ്റ്റ്യൻ ആൻസേഴ്സ് തന്നിട്ടുണ്ട്. ക്വസ്റ്റ്യൻ ആൻസേഴ്സ് നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഹൗ ഡു ബുക്സ് റിമൈൻ ടുഗെദർ ഇൻ എ ഷെൽഫ്. എങ്ങനെയാണ് ഒരു ഷെൽഫിൽ ബുക്സ് ഒരുമിച്ചിരിക്കുന്നത് എന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ നമുക്ക് പോയത്തിൽ തന്നെ തന്നിട്ടുണ്ടല്ലേ. എങ്ങനെയാണ്? ദേ റിമൈൻ ടുഗെദർ ഇൻ എ ഷെൽഫ് റോ ബൈ റോ. അപ്പോൾ അവർ ഷെൽഫിൽ ഒരുമിച്ചിരിക്കുന്നത് റോ ബൈ റോ ആയിട്ടാണല്ലേ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, പിക്ക് ഔട്ട് ദ ലൈൻസ് ഫ്രം ദ പോം ദാറ്റ് ഷോ ബുക്സ് ആർ ഗുഡ് ഫ്രണ്ട്സ്. ബുക്സ് ഗുഡ് ഫ്രണ്ട്സ് ആണെന്ന് കാണിക്കുന്ന ലൈൻസ് നമ്മളോട് പോയത്തിൽ നിന്ന് എഴുതാനാണ് പറയുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം. ദ ഫെലോഷിപ്പ് ഓഫ് ബുക്ക് ആർ റിയൽ. ദേ ആർ നെവർ നോ ഇഫ് യു വെൻ യു ആർ സ്റ്റിൽ. ദേ വോണ്ട് ഡിസ്റ്റർബ് യു അറ്റ് യുവർ മീൽ. ദേ വിൽ കംഫോർട്ട് യു വെൻ യു ആർ ഇൽ. ദ ലോൺസം ഹവേഴ്സ് ദേ വിൽ ഓൾവേസ് ഷെയർ. വെൻ slighted they will not complain. And though for them you have ceased to care your comfort friends they will still remain. അപ്പോൾ ഈ ലൈൻസൊക്കെയാണ് ബുക്സ് ഗുഡ് ഫ്രണ്ട്സ് ആണെന്ന് കാണിക്കുന്ന നമ്മുടെ പോയത്തിലുള്ള ലൈൻസ്. ആക്ടിവിറ്റി 1 എന്താണ്? ഫ്രം ദ പോം
റൈറ്റ് 3 things that books do and 3 things that books don't do. ബുക്സ് ചെയ്യുന്നതും ബുക്സ് ചെയ്യാത്തതുമായിട്ടുള്ള കാര്യങ്ങൾ നമ്മളോട് എഴുതാനാണ് പറയുന്നത്. അപ്പോൾ 3 എണ്ണം എഴുതണം. നമ്മുടെ പോയത്തിൽ നിന്നാണ് എഴുതേണ്ടത്. അപ്പോൾ നമുക്ക് ഒരെണ്ണം അവിടെ തന്നിട്ടുണ്ട് അല്ലേ, എന്താണ് തിങ്സ് ദാറ്റ് ബുക്സ് ഡു. അപ്പോൾ ബുക്സ് ചെയ്യുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഫസ്റ്റ് കാര്യം, ഇഫ് യു ആർ ബിസി ദേ വിൽ വെയിറ്റ്. നിങ്ങൾ ബിസി ആണെങ്കിൽ ബുക്സ് നിങ്ങളെ വെയിറ്റ് ചെയ്തിരിക്കുക അല്ലേ. അപ്പോൾ അത് ഒരു കാര്യമാണ് ബുക്സ് ചെയ്യുന്നത്. ബുക്സ് ചെയ്യാത്തൊരു കാര്യം അവിടെ കൊടുത്തിട്ടുണ്ട്, അതെന്താണ്? ദേ വിൽ നോട്ട് കോൾ യു ഓൺ ദ ഫോൺ. അവർ നിങ്ങളുടെ ഫോണിൽ വിളിക്കില്ല അല്ലേ. അപ്പോൾ അതുപോലെയുള്ള കാര്യങ്ങളാണ് നമ്മളോട് എഴുതാൻ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമുക്ക് നോക്കാം. ബുക്സ് ചെയ്യുന്ന അടുത്തൊരു കാര്യം നമുക്ക് നോക്കാം. ദേ സ്റ്റാൻഡ് ടുഗെദർ റോ ബൈ റോ. അവർ റോ ബൈ റോ ആയിട്ടാണ് ഒരുമിച്ച് നിൽക്കുന്നത്. അടുത്തത് എന്താണ്? ദേ വിൽ കംഫർട്ട് യു വെൻ യു ആർ ഇൽ. നിങ്ങൾക്ക് അസുഖം ഉണ്ടെങ്കിൽ നിങ്ങളെ അവർ കംഫർട്ട് ചെയ്യുമല്ലോ. അപ്പോൾ ഇതൊക്കെ അവർക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ്. ഇനി അവർ ചെയ്യാത്ത കാര്യങ്ങൾ എന്തൊക്കെയാണ്? ദേ വിൽ നോട്ട് ഡിസ്റ്റർബ് യു അറ്റ് യുവർ മീലിൻ്റെ സമയത്ത് നിങ്ങളെ ഒരിക്കലും അവർ ഡിസ്റ്റർബ് ചെയ്യില്ല. ദേ ആർ നെവർ നോയ്സി. അവരൊരിക്കലും ഒച്ച ഉണ്ടാക്കില്ല. അപ്പോൾ ഇതൊക്കെയാണ് അവർ ചെയ്യാത്ത കാര്യങ്ങൾ. അപ്പോൾ ഇതാണ് നമ്മളോട് എഴുതാൻ പറഞ്ഞിട്ടുള്ളത് ഈ ഒരു ആക്ടിവിറ്റിയിൽ. നമുക്ക് അടുത്ത ആക്ടിവിറ്റി എന്താണെന്ന് നോക്കാം. ആക്ടിവിറ്റി 2, മാച്ച് ദ വേർഡ്സ് ഇൻ കോളം എ വിത്ത് ദയർ റൈമിംഗ് വേർഡ്സ് ഇൻ കോളം ബി. അപ്പോൾ കോളം എയിൽ കുറച്ച് വേർഡ്സ് കൊടുത്തിട്ടുണ്ട്, അതിൻ്റെ റൈമിംഗ് വേർഡ്സ് ആണ് കോളം ബിയിൽ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അത് നമ്മളോട് മാച്ച് ചെയ്യാനാണ് പറയുന്നത്. അപ്പോൾ റൈമിംഗ് വേർഡ്സ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് കൂട്ടുകാർക്ക് അറിയില്ലേ? ഓരോ സൗണ്ട് വരുന്ന വേർഡ്സിനെയാണ് നമ്മൾ റൈമിംഗ് വേർഡ്സ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ഫസ്റ്റത്തെ നോക്കാം അല്ലേ. ഫസ്റ്റ് വേർഡ് റോയാണ്. റോയുടെ റൈമിംഗ് വേർഡ് ഏതാണ്? റോ നോയാണല്ലേ. അപ്പോൾ അത് നമ്മൾ മാച്ച് ചെയ്ത് കൊടുക്കുകയാണ് വേണ്ടത്. അവിടെ മാച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതുപോലെയാണ് കേട്ടോ കൂട്ടുകാരെ മാച്ച് ചെയ്യേണ്ടത്. അടുത്തത് ഫോണിൻ്റെ റൈമിംഗ് വേർഡാണ് ഓൺ. വെയിറ്റ് എന്നുള്ളതിൻ്റെ റൈമിംഗ് വേർഡാണ് ലേറ്റ്. സ്റ്റിൽ എന്നതിൻ്റെ റൈമിംഗ് വേർഡ് ഇൽ. കെയർ എന്നതിൻ്റെ റൈമിംഗ് വേർഡാണ് ഷെയർ. ആൻഡ് ലാസ്റ്റ് റിമൈൻ എന്നതിൻ്റെ റൈമിംഗ് വേർഡാണ് കംപ്ലെയിൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ റൈമിംഗ് വേർഡ്സ് കണ്ടുപിടിക്കേണ്ടത്. ഒരേ സൗണ്ടിൽ വരുന്ന വേർഡ്സിനെയാണ് നമ്മൾ റൈമിംഗ് വേർഡ്സ് എന്ന് വിളിക്കുന്നത് കേട്ടോ. അടുത്തത് ലാസ്റ്റ് ആക്ടിവിറ്റിയാണ്. ആക്ടിവിറ്റി 3, റീഡ് ദ ഫോളോവിങ് പോം ആൻഡ് ഡ്രോ എ പിക്ചർ യൂസിങ് ദ ഐഡിയാസ് ഫ്രം ദ പോം. യു ക്യാൻ ഓൾസോ ക്രിയേറ്റ് എ ഡിജിറ്റൽ പെയിൻറ്റിങ്. അപ്പോൾ താഴെ നമുക്കൊരു പോം തന്നിട്ടുണ്ട്, അതിൻ്റെ ലൈൻസ് ആണ് അവിടെ തന്നിട്ടുള്ളത്. അത് വായിച്ചു നോക്കിയിട്ട് നമുക്ക് തോന്നുന്ന പിക്ചർ വരയ്ക്കാനാണ് പറയുന്നത്. ആ ഒരു പോയത്തിൽ നിന്ന് കിട്ടുന്ന ഐഡിയാസ് ഉപയോഗിച്ചിട്ടാണ് പിക്ചർ വരയ്ക്കേണ്ടത്. അപ്പോൾ നിങ്ങൾക്ക് ഡിജിറ്റൽ പെയിൻറ്റിങ്ങും ചെയ്യാം കേട്ടോ. അപ്പോൾ നമുക്ക് പോം ഒന്ന് നോക്കാം. എ ബുക്ക് ഈസ് എ ട്രീ വിത്ത് ബ്രാഞ്ചസ് ടോൾ. അപ്പോൾ എന്താണ് ഒരു ബുക്ക് എന്ന് പറയുന്നത്? ഒരു ട്രീ ആണല്ലേ. ട്രീ അതിന് കുറേ ബ്രാഞ്ചസ് ഉള്ള, വലിയ ബ്രാഞ്ചസ് ഉള്ള ട്രീ പോലെയാണ് ബുക്ക് എന്ന് പറയുന്നത്. ഇറ്റ്സ് പേജസ് ആർ ലീവ്സ് ദാറ്റ് ജെന്റ്ലി ഫോൾ. അതിങ്ങനെ അതിൻ്റെ പേജസ് എന്ന് പറയുന്നത്, ആ ബുക്കിൻ്റെ പേജസ് എന്ന് പറയുന്നത് പതുക്കെ ഇങ്ങനെ വീഴുന്ന ലീവ്സ് പോലെയാണ്. ഇറ്റ് ഓപ്പൺസ് എ വേൾഡ് ഓഫ് സ്റ്റോറീസ് ടു സീ. അത് തുറന്നു കഴിഞ്ഞാൽ നമുക്ക് എന്താണ് കാണാൻ പറ്റുന്നത്? ഒരുപാട് കുറേ ലോകത്തുള്ള സ്റ്റോറീസ് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. ഫില്ലഡ് വിത്ത് മാജിക് ആൻഡ് മിസ്റ്ററി. ആ ഒരു സ്റ്റോറീസ് എന്തൊക്കെ ഫില്ല് ചെയ്തിട്ടുള്ളതാണ്? ഒരു സ്റ്റോറീസ് മാജിക്കും അതുപോലെ മിസ്റ്ററിയും ഒക്കെ ഉള്ള കുറേ സ്റ്റോറീസാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അത് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ അല്ലേ. അപ്പോൾ ഇതൊരു ബുക്കിനെ പറ്റിയാണ് പറയുന്നത്. അപ്പോൾ കൂട്ടുകാർക്ക് ഇതിൽ നിന്ന് എന്താണോ മനസ്സിലായത്? ഈ ഒരു പുസ്തകത്തിന് കുറേ ബ്രാഞ്ചസ് ഒക്കെ ഉള്ള ഒരു ട്രീ പോലെയാണ് ഇവിടെ ഈ ഒരു പോംത്തിൽ പറഞ്ഞിട്ടുള്ളത്. അതുപോലെയാണ് കൂട്ടുകാർ പിക്ചർ വരയ്ക്കേണ്ടത്. അപ്പോൾ നല്ല രസത്തിൽ ബുക്കിന് ബ്രാഞ്ചസ് ഒക്കെ വന്ന പോലെ നല്ല ബുക്കിൻ്റെ പേജസ് ഒക്കെ ആയിട്ടുള്ള ഒരു ചിത്രമാണ് കൂട്ടുകാർ വരയ്ക്കേണ്ടത്. അപ്പോൾ അത് കൂട്ടുകാരുടെ ക്രിയേറ്റിവിറ്റിക്ക് അനുസരിച്ചിട്ട് കൂട്ടുകാർക്ക് ഇഷ്ടമുള്ളതുപോലെ വരയ്ക്കാം. നല്ല വൃത്തിയിൽ വരച്ച് കളറൊക്കെ കൊടുക്കണം കേട്ടോ. അപ്പോൾ ഇതാണ് നിങ്ങളുടെ ആക്ടിവിറ്റി 3 എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയൊക്കെ ആക്ടിവിറ്റീസാണ് നിങ്ങൾക്ക് നിങ്ങളുടെ ഈ ഒരു പാഠഭാഗത്ത് തന്നിട്ടുള്ളത്. ഈ ഒരു പോമും അതുപോലെ ഈ പോമത്തിൻ്റെ മീനിങ്ങും അതുപോലെ തന്നെ ഇതിലെ ആക്ടിവിറ്റീസും ക്വസ്റ്റ്യൻ ആൻഡ് ആൻസേഴ്സും എല്ലാം എല്ലാ കൂട്ടുകാർക്കും മനസ്സിലായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. നിങ്ങളുടെ അടുത്ത പാഠഭാഗവുമായി നമ്മൾ എത്രയും പെട്ടെന്ന് തന്നെ വരുന്നതാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാ കൂട്ടുകാർക്കും യൂസ്ഫുൾ ആയിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ്.